ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലിറ്റ്ലൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെൻറ്റൻസസും കുറച്ച് വാക്കുകളും ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ബെഗ് സോറി എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക. ഹി ബെഗ്ഡ് സോറി ഫോർ ഹിസ് മിസ്റ്റേക്ക്. അവൻ തൻ്റെ തെറ്റിന് ക്ഷമ ചോദിച്ചു. സിറ്റ് ക്രോസ് ലെഗ്ഡ്. ചമ്രം പടഞ്ഞിരിക്കുക. The old man sat cross-legged under the tree. ആ വൃദ്ധൻ മരത്തിന്റെ താഴെ ചമ്രം പടഞ്ഞിരുന്നു. Cross the hands. അതായത് കൈ കെട്ടുക. He stood with his hands crossed and listened to the teacher. അവൻ കൈ കെട്ടി നിന്ന് അധ്യാപകന്റെ വാക്കുകൾ കേട്ടു. Join the palms എന്ന് പറഞ്ഞാൽ കൈ കൂപ്പുക അല്ലേ? She joined her palms and prayed to God. അവൾ കൈ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ബ്ലഷ്. എന്താണ് ബ്ലഷ്? നാണിച്ച് മുഖം ചുവക്കുന്നതിനാണ് ബ്ലഷ് എന്ന് പറയുന്നത്. The girl blushed when her friends praised her. കൂട്ടുകാർ അവളെ പ്രശംസിച്ചപ്പോൾ അവൾ നാണിച്ച് മുഖം ചുവന്നു. ഗ്രിൻ. ഗ്രിൻ എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്, നമ്മൾ പല്ലിളിക്കുക, വലിയ ചിരി ചിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. The child grinned at his mother. കുഞ്ഞമ്മയെ നോക്കി വലിയ ചിരി ചിരിച്ചു. Run for life എന്ന് പറഞ്ഞാൽ എന്താ? ജീവനും കൊണ്ട് ഓടുക എന്നാണ് അർത്ഥം. The villagers ran for their lives when they saw the wild elephant. സോ കാട്ടാനയെ കണ്ടപ്പോൾ ഗ്രാമവാസികൾ ജീവനും കൊണ്ടോടി. Somersault എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നു പോകരുത്, കൈകുത്തി മറിയുക എന്ന് പറയും. The boy did a somersault on the grass. ആ കുട്ടി പുല്ലിൽ കൈകുത്തി മറിഞ്ഞു. Drain the rice. നമ്മുടെ അമ്മമാര് നമ്മളോട് ചിലപ്പോൾ പറയാറുള്ള കാര്യമല്ലേ? അപ്പം നമുക്കതെങ്ങനെ പറയണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാം. ഡ്രെയിൻ ദി റൈസ് എന്ന് പറയണം എന്ന്. ചോറ് അല്ലെങ്കിൽ അരി വാർക്കുക, കഞ്ഞി വാർക്കുക എന്നാണ് അർത്ഥം. മൈ മദർ ഡ്രെയിൻഡ് ദി റൈസ് ആഫ്റ്റർ ഇറ്റ് വാസ് കുക്ക്ഡ്. ചോറ് വെന്ത ശേഷം അമ്മ കഞ്ഞി വാർത്തു. ഡ്രസ് ദി ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻ വെട്ടുക അല്ലെങ്കിൽ മീൻ വൃത്തിയാക്കുക. ഓർത്ത് വെച്ചോണം, ഡ്രസ് ദി ഫിഷ്. ഇങ്ങനെയൊക്കെ വേണം ഇനി നിങ്ങൾ സംസാരിക്കാൻ. പ്ലീസ് ഡ്രസ് ദി ഫിഷ് പ്രോപ്പർലി. ദയവായി മീൻ നന്നായി വൃത്തിയാക്കുക. മാഷ് ടപ്പിയോക്ക. മാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇളക്കുക. കപ്പ ഇളക്കാൻ എന്നൊക്കെ നമ്മൾ വീട്ടിൽ പറയുന്ന വാക്കുകളല്ലേ? യെസ്, കപ്പ ഇളക്കുക അല്ലെങ്കിൽ കപ്പ ഉടയ്ക്കുക. ഷി മാഷ്ഡ് ദ ടപ്പിയോക്ക വിത്ത് കോക്കനട്ട് ആൻഡ് സ്പൈസസ്. അവൾ കപ്പ തേങ്ങയും മസാലകളും ചേർത്ത് ഉടച്ചു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ കൂടുതൽ സെൻറ്റൻസസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട്.